ഹായ് നമസ്കാരം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു അറബിക് സ്നാക്കായ ഫലാഫിലാണ്. നോർമലി ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഡിഷാണ്. പക്ഷെ നമ്മളിന്നിവിടെ ട്രൈ ചെയ്യുന്നത് ഒരു ചിക്കൻ മിക്സഡ് ഫലാഫിലാണ്. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് ഓണിയൻ, 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, 1/2 കപ്പ് ബോൺലെസ് ചിക്കൻ. അടുത്തത് ഫലാഫിലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാഴ്സ്ലി ലീവ്സ് ആണ്. കേരളത്തിൽ ഇതത്ര സുലഭമല്ല. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് വെള്ളക്കടല 1/2 കപ്പ്. ഇത് നമ്മളൊരു 7-8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്യണം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ പാപ്രിക്ക, ഇതിന് പകരം കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ലെമൺ ജ്യൂസ് 2 ടീസ്പൂണ്, സോൾട്ട്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഓൾ പർപ്പസ് ഫ്ലോർ 1 ടേബിൾ സ്പൂൺ. ഓൾ പർപ്പസ് ഫ്ലോറിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കടലപ്പൊടി യൂസ് ചെയ്യാം. പൊടികളും നാരങ്ങനീരും ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ആഡ് ചെയ്യാം. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് ഫൈനായി അരഞ്ഞു പോകരുത്. ഇനി ബാക്കിയുള്ള പൊടികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായി പോകരുത്, ഇത്തിരി തിക്കായിട്ടാണ് ഇത് ഉണ്ടാവേണ്ടത്. നമ്മളിത് ഇവിടെ വാങ്ങിക്കുന്നതൊക്കെ ബോൾസ് ആയിട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ വെച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഫലാഫിൽ ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ടൈം ഞാനിതിവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി പാനിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ കൂടെ ഹമൂസും മയോണൈസും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.